നമസ്കാരം എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ലിവർപൂളിനെ ആൻഫീൽഡിൽ തോൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയി തോൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നീണ്ട 9 വർഷത്തിന് ശേഷം ആൻഫീൽഡിൽ പോയിട്ട് ലിവർപൂളിനെ തോൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് ഈ ടീമിന് നൽകുന്ന ബൂസ്റ്റിംഗ് ചെറുതായിരിക്കില്ല. ഇന്നലത്തെ മത്സരത്തെ അത് നമുക്ക് മനസ്സിലാക്കി തരും. ഇനി വരുന്ന മത്സരങ്ങളിൽ നമുക്കത് മനസ്സിലാക്കി തരും. കാരണം ലോകം മൊത്തം എതിര് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് ആൻഫീൽഡില് ക്രൗഡിന് മുമ്പിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ. അതുപോലെയാണ് ആൻഫീൽഡിലെ ക്രൗഡ്. അവിടെ പോയിട്ട് ലിവർപൂൾ എന്ന് പറയുന്ന ഇത്ര വലിയ ഈ സമ്മർ ട്രാൻസ്ഫറിൽ ഇത്രയും അധികം സ്പെൻഡിങ് നടത്തി ഇത്രയും ഹ്യൂജ് സൈഡിനെ ഇത്ര ഡിഫിക്കൽട്ടായിട്ട് നിൽക്കുന്ന ഈ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസൺ അവർക്ക് നൽകുന്ന എനർജി ചെറുതായിരിക്കില്ല. 9 വർഷത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒരു റിയാക്ഷൻ മാത്രമാണ്. കാരണം ഇതിൽ പ്ലേയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ടീമിലുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തായിട്ടുള്ള ഡ്രോബാക്സിനെ കുറിച്ചോ ഒന്നും ഇതിൽ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം ഇതൊന്നല്ല, നമുക്ക് അൾട്ടിമേറ്റ്ലി വിജയമാണ് വേണ്ടത്. ആ വിജയവും 3 പോയിന്റ്സ് ആണ്. അത് നേടിയിട്ടുണ്ട്. അത് ആൻഫീൽഡിൽ പോയിട്ട് ലിവർപൂളിനെ തോൽപ്പിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് 2ാമത്തെ കളിയാണ്. അമോറിം ചാർജ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് 2 കളി അടുപ്പിച്ച് ജയിക്കുന്നത്. അതും എനിക്ക് ഇവിടെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ആദ്യമായിട്ട് ആ 2 കളി ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ വിജയം ഹാറ്റ്സ് ഓഫ് എവ്രി പ്ലേയേഴ്സ്. എന്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ വിടുക. കാരണം ആൻഫീൽഡിൽ ജയിച്ചിട്ടുണ്ട്, അത് മതി. ആൻഫീൽഡിൽ ജയിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗിൽ 3 പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ പറയണം. കാരണം കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇന്നത് പറയണം, ഇന്നത് എടുത്തു പറയണം എന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ, മറന്നുപോയി. കാരണം രണ്ടാമത്തെ ഞാൻ ഇന്നലെ അതാണ് സംസാരിച്ചത്. കാരണം തുടക്കത്തിൽ നമുക്ക് ലീഡ് എടുക്കാൻ ആൻഫീൽഡിൽ സാധിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഓറ അത് സെപ്പറേറ്റ് ആണ്. അത് ഇന്നത്തെ ദിവസം നമ്മളത് കണ്ടു. 2ാമത്തെ മിനിറ്റിലെ എംബൂമോയുടെ ഒരൊറ്റ ഗോളിന്റെ ബലത്തില് നമുക്ക് കിട്ടിയ എനർജി ചെറുതല്ല. എംബൂമ, മത്തേസ് ക്യൂനിയ, പിന്നെ ലാമിൻസ്, ഓരോരുത്തരെ എടുത്തു പറയാനാണെങ്കിൽ ഓരോരുത്തരുടെ പ്ലേ. ലാമിൻസിന് നമ്മൾ എന്തായാലും പറയാന്ന് വെച്ചാൽ ലാമിൻസിന്റെ ഹെവി സേവിംഗ് ഒന്നും നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഗോൾ കീപ്പർ അവിടെ ഉള്ളപ്പോ ഇത്രയും നാളും ഡേവിഡ് ഡെഗെ പോയതിനു ശേഷം, ഡേവിഡ് ഡെഗയുടെ അവസാന ടൈമിലുണ്ടായിരുന്നു, പിന്നെ ഡേവിഡ് ഡെഗെ പോയതിനു ശേഷം അത് തുടർന്നു. നമ്മുടെ ബോക്സിലേക്ക് പന്ത് വരുമ്പോൾ ശരിക്ക് ടെൻഷനാണ്. കാരണം ഗോൾ കീപ്പർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആ ടെൻഷൻ ഞാൻ സണ്ടർലാൻഡിനെതിരെയുള്ള മത്സരത്തിലും പറഞ്ഞു, ആ ടെൻഷൻസ് ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. സീരിയസ്ലി വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അതിന് ലാമിൻസ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എവ്രി പ്ലേയേഴ്സ്, നമ്മുടെ ഡിഫൻസിലായിക്കോട്ടെ, നമ്മുടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ, ശരിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ, അതൊന്നും വിഷയമല്ല. കാരണം ആൻഫീൽഡിൽ ജയിക്കാൻ പറ്റിയെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിഷയമല്ല. കാരണം ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. കാരണം നീണ്ട 9 വർഷത്തിന് ശേഷം അവസാനമായിട്ട് വെയിൻ റൂണി എന്നൊരു ഇംഗ്ലീഷുകാരനാണ് നമുക്ക് വിജയം നേടി തന്നത് ആൻഫീൽഡിൽ. ഇപ്പോഴും ഹാരി മഗ്വയർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം നേടി തന്നിട്ടുള്ളത്. ഒരുപാട് ട്രോളിയിട്ടുള്ള, ഒരുപാട് കളിയാക്കിയിട്ടുള്ള ഒരാളായിരുന്നു ഹാരി മഗ്വയർ. മാൻ, എന്താ പറയാ, സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സീരിയസ്ലി വിചാരിച്ചായിരുന്നു, പക്ഷെ പറയാൻ സാധിക്കുന്നില്ല. എനിവേ, മത്സരത്തിലെ ടാറ്റിക്സിനെ കുറിച്ചും എന്താണ് സംഭവിച്ചത് കുറിച്ചും ഗോളുകളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രം. കാരണം ആൻഫീൽഡിൽ ജയം
പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വട്ടത്തെ ലിവർപൂളിന്റെ സ്കോഡിനെ ഉറപ്പായിട്ടും. അപ്പോ എല്ലാവരും എന്താ പറയാ, ഇന്നത്തെ വിജയം ആഘോഷിക്കുക, സുഖമായിട്ട് ആഘോഷിക്കുക. ഇനി 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് മാച്ച് വരുന്നുള്ളൂ. അതുവരെ ഇന്നത്തെ വിജയം ആഘോഷിക്കാനുള്ളതാണ്. കാരണം ഇത് നമ്മൾ നേടിയെടുത്തതാണ്, നമ്മൾ കളിച്ച് നേടിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ആഘോഷിക്കാനുള്ള 100% അവസരമുണ്ട്. ഞാൻ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷേ എനിവേ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാ. ഇന്നത്തെ ഈ വിജയത്തിന്റെ എവരി യുണൈറ്റഡ് ഫാൻസ്, ഈ എവിടെയുള്ള എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന, വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. എനിവേ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു മത്സരത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് മാത്രം വന്നിട്ടുള്ളതാണ്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.